ഇത്ര തീരുമാനം? ഹലോ ചായ, ഞാൻ അടുക്കള വെച്ച് ഡോർ തുറന്നേക്ക്, ഞാനിപ്പോൾ എത്തും. എല്ലാരും ഇറങ്ങിക്കാണ്, പോയി കിടന്നേക്കാം. ദൈവമേ, ഇതിങ്ങനല്ലല്ലോ പെട്ട് ചേച്ചിയമ്മ. എന്തേച്ചമ്മ ഇവിടെ കിടന്നില്ലായിരുന്നോ? സമയം ഒരുപാടായല്ലോ. അപ്പം നിനക്കറിയാം സമയം ലേറ്റ് ആയെന്നും കിടക്കാൻ നേരമായിരുന്നു, എന്നിട്ടാണോ നീ നേരത്തെ കയറി വരുന്നത്? എന്തുവാ അവിടെ ഒരു പ്രശ്നം? ദൈവം കർത്താവേ, ഇതൊന്ന് ചോദിച്ചു വാങ്ങും. ഇച്ചാനല്ലേ ഇവന് വേണ്ടി അടുക്കളപ്പുറത്തെ ഡോർ തുറന്നു വെച്ചേ? ഞാനോ? മനസ്സാ വാച കർണാടക ഞാൻ അറിയാത്ത കാര്യവാ. നീ നോക്കി പേടിപ്പിക്കണ്ട, ഞാൻ തന്നെ. അതെനിക്ക് അപ്പഴേ അറിയായിരുന്നു. ചേട്ടനും അനിയനും കൂടി ഇനി എന്ത് കൂത്ത് വേണേ കാണിച്ചു, ഞാനൊന്നും പറയാനുമില്ല, ഒന്നിലും ഇടപെടാനുമില്ല. സുഭാഷ്, ഇന്നത്തേക്കുള്ളതായി. നീ ഇനി എന്ത് വന്ന് കാണാൻ നിക്കാ? പോയി ഉറങ്ങാൻ നോക്ക്. ശരി ചായ, പിന്നെ താങ്ക് യു. അയ്യ, അവന്റെ ഒരു താങ്ക് യു. മര്യാദക്ക് സമയത്തും കാലത്തും വീട്ടിൽ കയറാൻ നോക്ക്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലേ ചായ, ചായനെല്ലാം അറിയാവുന്നല്ലേ, വേണോന്ന് വെച്ചിട്ടല്ല. എനിക്കെല്ലാം അറിയണ മോനെ, എന്നാലും ഇന്തൊട്ട് നീ സൂക്ഷിക്കണം, അല്ലെങ്കിൽ അവൾക്ക് ഡൗട്ട് വരും. ആ ചായ, ഞാൻ സൂക്ഷിച്ചോളാം. തൊട്ട് ഈ ചായൻ പേടിക്കാതിരിക്കേ. ആട് സനു, എന്നാ നീ പോയി കിടന്നു. ഉപ്പുമാവല്ലേ, സനു കഴിക്കുവോ? അവൻ കഴിക്കാതിരിക്കട്ടെ, അതിനിപ്പോൾ എനിക്ക് എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. എന്നാലും പാവല്ലേ അവൻ, കഴിക്കാണ്ടിരിച്ചു പോകും. ഞാനിനി എന്നാ ചെയ്യും? അവനിപ്പോൾ എന്നാ ഉണ്ടാക്കുക? വല്ല ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാം, അതാകുമ്പോൾ കഴിച്ചിട്ട് പൊക്കോളും. ഇനി ബ്രെഡ് എവിടെയാണ് ആവും? അതിനിങ്ങനെ ഈ വീട്ടിലൊരു സാധനം വെച്ച് അയച്ചെടുത്ത് കാണില്ല, ഓരോ സ്ഥലത്താണ്. ഞാൻ ഇനി എന്നാ ചെയ്യും? എന്താണ് സാറേ മാഡം, ദേഷ്യമൊന്നും മാറിയില്ലേ? എനിക്കാരോട് ദേഷ്യമൊന്നുമില്ല. ആഹാ, എടി നീ തൊട്ടേനും പിടിച്ചതിന് അവനിങ്ങനെ കിടന്ന് ചീത്ത പറയാതെ. ശരിയാണ്, അവൻ ഇന്നലെ വരാൻ വൈകി. അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ നിന്റെ വായിന്ന് കൂടി തെറിയേക്കണ്ടല്ലോ എന്ന് ആലോചിച്ച് ഞാൻ പറയാതിരുന്നതാ. അതുകൊണ്ട് അവന് ഞാൻ അത് പറഞ്ഞു കൊടുത്തേ. നീ ഇങ്ങനെ ചുമ്മാ എല്ലാത്തിനും ചീത്ത പറഞ്ഞ് ഇതാക്കണ്ട. അവൻ ചെറിയ ചെക്കനല്ലേ, അവൻ ആഘോഷിക്കട്ടെ. ഇതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളാ, പക്ഷേ എന്നാലും എനിക്ക് പേടിയാച്ചാ. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും നീ പേടിക്കാതിരിക്കുക, ഒന്നും ഉണ്ടാവില്ല. നീ അമേരിക്കൻ കമ്പനിയുടെ കോൺട്രാക്ട് നോക്കിയായിരുന്നോ? അത് അടുത്ത ദിവസം സൈൻ ചെയ്യാനുള്ളതാ. അതിലെന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ? ആ കോൺട്രാക്ട് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു. ആണോ? ഓക്കെ. എന്നാ ഞാൻ ഇറങ്ങുവാ, ഓഫീസിൽ കയറാൻ ടൈമായി. അയ്യോ, ഞാനപ്പോ കഴിക്കുന്നില്ലേ? കഴിച്ചിട്ട് പോവാം. ഇല്ല മോളെ, ഞാൻ നിൽക്കുന്നില്ല. ഓഫീസിൽ രാവിലെ തന്നെ ഒരു മീറ്റിംഗ് ഉണ്ട്. ശരി, ഞാൻ പോട്ടെ. ആണോ? ആ ശരി എന്നാ ചെല്ലു. ആടി മോളെ, ശരി എന്നാ. ചെറുച്ചനാണല്ലോ, സാധാരണ ഈ സമയത്ത് വിളിക്കാത്താണല്ലോ, എന്തൊക്കെയാണാവോ? ഹലോ, ആ പറ. എന്താണ് മോനെ ഈ സമയത്ത് ഒരു വിളിയൊക്കെ? സാധാരണ ഇല്ലാത്താണല്ലോ. ആഹാ, ശരി, അത് ശരി, കൊള്ളാലോ. ഞാൻ മിസ്സൊക്കെ ചെയ്തു. പിന്നെ വേറെന്തൊക്കെയാ? എന്നതാ? ആഹാ, കൊള്ളാലോ. അവൾ എവിടെയാണോ ചെയ്യാൻ പോണേ? ആ, കൊള്ളാം. കൊള്ളാം. നന്നായിട്ടുണ്ട്. ആ, ഞായറാഴ്ച എന്നോട് സൈനോടും പറയാം. എന്നാ വരുന്നത്? ഈ ശനിയാഴ്ച. ആ, ഓക്കെ. അല്ല, ചർച്ച വരുന്നുണ്ടോ? 2 ദിവസത്തേക്കുണ്ട് അല്ലേ? ഒന്നുമില്ല, എൻ്റെ സൗണ്ടിന് എന്തോ പറ്റും? ഒരു മാറ്റമില്ല, ഓളമായി മിണ്ടാതിരുന്നു മനസ്സിലാ. ശരി, കൊള്ളാം. പിന്നെ ഫുഡ് കഴിച്ചോ? ആഹാ, ശരി, തിരക്കാം. എന്നാ പിന്നെ വർക്ക് കിടക്കട്ടെ. ശരി, ബൈ, ലവ് യു. തീർച്ചയായും വരുവാ.
എനിക്ക് സന്തോഷമായിട്ടിരിക്കാൻ വയ്യേ. ഇതെന്നീ കാണിക്കണ വട്ടായ ചേച്ചമ്മക്ക്. സാറാമേ, അയ്യോ അമ്മ, നിനക്കൊന്നും മെല്ലെ വിളിച്ചോളൂ ചെക്ക, മനുഷ്യ പേടിച്ചുപോയി. എന്താണ് ഡാൻസ് ഒക്കെ? അതൊന്നുമില്ല, അടുത്ത ശനിയാഴ്ച ചെറുച്ച വരുന്നുണ്ട്. ആ, അപ്പൊ അതിന്റെയാണ് ഈ ഇളക്കം. ഒന്ന് പോടാ ചെക്ക, അവിടെ എനിക്ക് നാളെ വരുന്നു. ആടാ, പിന്നെ നീ ശനിയാഴ്ച എയർപോർട്ടിൽ പോണേ അവരെടുക്കാൻ? ആ, പോവാം. അല്ല, ആരാ അവര്? ചേർച്ച മാത്രല്ലേ ഉള്ളൂ? അല്ലല്ല, നമ്മൾ മെർലിനുണ്ട് മിന്നു, അവള് വരുന്നുണ്ട്. അവളെ തൊട്ട് ഇവിടെ ഡിഗ്രി ചെയ്യുന്നത്. ആണോ? ആ ചേച്ചമ്മ, ശരി, ഞാനിപ്പോ വരെ. എല്ലാം ഞാൻ വേണ്ടാന്ന് വെച്ചതായിരുന്നു. എല്ലാം ഞാൻ മറന്നതാ. വീണ്ടും ഓർമ്മിപ്പിക്കാനായിട്ട്